പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 30-ാമത്തെ ശ്ലോകമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സുഭാഷ പ്രണവാനന്ദ ക്രാന്തി വീരോ വിനായക ഠക്കരോ ഭീമരാവശ്ച ഫുലേ നാരായണോ ഗുരു. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട മഹാത്മാവ് വിഡൽ ദാസ് ഠക്കർ. നിസ്വാർത്ഥ സേവനത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം ഓരോ ഭാരതീയനും ഓർക്കേണ്ട മുഖം ഡക്കർ ബാപ്പയുടേതാണ് എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരിക്കൽ പറഞ്ഞു. ഗുജറാത്തിലെ ഭാവൻഗറിൽ വിഡൽദാസ് ഡക്കർ തൻ്റെ വ്യാപാരവും വിപുലമായ സേവന പ്രവർത്തനങ്ങളും ആയി കഴിഞ്ഞിരുന്നു. വിഡൽദാസ് മൂലിഭായ് ദമ്പതികളുടെ മകനായി 1869 നവംബർ 29 ജനിച്ച കുഞ്ഞിന് അമൃത് ലാൽ എന്നാണ് പേരിട്ടത്. അമ്മയിൽ നിന്ന് ഭക്തിയും അച്ഛനിൽ നിന്ന് സേവനവും അമൃതിന് പൈതൃക സംസ്കാരമായി കൊച്ചുനാളിലെ ലഭിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്ന അമൃത് 1886 സ്കൂൾ വിദ്യാഭ്യാസം ഉയർന്ന റാങ്കോടുകൂടി പൂർത്തിയാക്കി. 1890 പൂനെയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി. തുടക്കത്തിൽ ഗുജറാത്തിൽ തന്നെയായിരുന്നു ജോലി. പിന്നീട് ഉഗാണ്ടയിൽ പോയി. 1903 കാലത്ത് റെയിൽവേ പാളമിടുന്നതായിരുന്നു ജോലി. 1903 കൃഷി വിഭാഗത്തിലേക്ക് മാറ്റം കിട്ടി. കൈക്കൂലിയെ ശക്തമായി എതിർത്തതിനാൽ അദ്ദേഹം പുറത്തായി. പിന്നെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജോലി നോക്കി. ഇക്കാലഘട്ടത്തിലും വരൾച്ച, പകർച്ചവ്യാധികൾ മുതലായവ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. തോട്ടിപ്പണിക്കാർക്ക് പോലും ജോലി കിട്ടുവാൻ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു. 1910 അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി കുർളയിലെ ചേരി പ്രദേശത്ത് വൈദ്യസഹായം, വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കി അദ്ദേഹം പ്രവർത്തിച്ചു. 1909 പൂർണ്ണമായും വനവാസി സമൂഹക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ വനവാസി സഹോദരന്മാർക്കിടയിൽ ധാരാളം വിദ്യാഭ്യാസ, ചികിത്സാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇക്കാലഘട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ പിതാവ് എന്നർത്ഥം വരുന്ന ബാപ്പ എന്ന് വിളിച്ചു. അങ്ങനെ ഠക്കർ ബാപ്പയായി. 1914 ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ സേവനത്തിൽ മുഴുകുവാൻ അനുമതി ചോദിച്ച അദ്ദേഹം അച്ഛന് കത്തെഴുതി. അനുമതി ലഭിച്ചപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഭാരത ഭൃത്യ ജനസംഘത്തിൽ ചേർന്നു. ഗോഖലെ ഡക്കർ ബാപ്പയെ ഗാന്ധിജിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഹരികൃഷ്ണദേവന്റെ കൂടെ ചേർന്ന് ഡക്കർ ബാപ്പ ഭാരത് സേവക് സമാജിന് രൂപം കൊടുത്തു. വനവാസി മേഖലയിൽ വിദ്യാഭ്യാസ, ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും അതുവഴി ക്രിസ്ത്യൻ പാദ്രിമാരുടെ ചൂഷണത്തിൽ നിന്ന്, മതം മാറ്റത്തിൽ നിന്നും വനവാസികളെ മോചിപ്പിക്കുവാൻ ഇരുവരും യത്നിച്ചു. 1922-23 കാലത്ത് ഗുജറാത്ത് ബിൽ സേവാ മണ്ഡൽ സ്ഥാപിച്ചു. ഇതിലൂടെ നിരവധി സേവാ പ്രവർത്തനങ്ങൾ വനാന്തരങ്ങളിലെ ദുർഗമ സ്ഥാനങ്ങളിൽ കഴിഞ്ഞിരുന്ന ഭില്ലുകളിൽ ആരംഭിക്കാനായി. ഒഡീഷയിൽ അക്കാലത്ത് ഭീഷണമായ വരൾച്ച ഉണ്ടായി. 1920 മുതൽ ദീർഘകാലം ഒഡീഷയിൽ താമസിച്ചു പ്രവർത്തിച്ച ഡക്കർ ബാപ്പ ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണി മരണത്തിൽ നിന്നും രക്ഷിച്ചു. സേവനനിധിയിലെ ഓരോ പൈസയും ഫലപ്രദമായി വിനിയോഗിച്ചതിനാൽ അദ്ദേഹം ആഹ്വാനം ചെയ്തപ്പോഴെല്ലാം സേവന കാര്യങ്ങൾക്ക് വൻതോതിൽ ധനം നൽകുവാൻ ജനങ്ങൾ തയ്യാറായി. 1930 അദ്ദേഹത്തെ 40 ദിവസം സർക്കാർ തടവിലിട്ടു. അംബേദ്കർ മാളവ്യ ഒത്തുതീർപ്പ് സാധ്യമാക്കുന്നതിലും അങ്ങനെ ഗാന്ധിജിയുടെ ഉപവാസം അവസാനിപ്പിക്കുന്നതിലും ഡക്കർ ബാപ്പ വലിയൊരു പങ്ക് വഹിച്ചു. 1933 ഗാന്ധിജി അദ്ദേഹത്തെ ഹരിജൻ സേവക് സംഘിന്റെ പൊതുകാര്യദർശിയാക്കി. ഇപ്പോൾ ഹരിജനങ്ങൾക്കും ഒരു ബാപ്പയുണ്ടായി എന്നാണ് ഗാന്ധിജി അതേപ്പറ്റി പറഞ്ഞത്. ഈ പദവിയിലും ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക പദവിയും വഹിച്ച അദ്ദേഹം മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഹരിജന ഉദ്ധാരണത്തിനായി തൊഴിൽശാലകൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ എന്നിവ വ്യാപകമായി സ്ഥാപിക്കുകയും സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന വിധം
അവരിൽ എത്തിക്കുകയും ചെയ്തു. 1944 കസ്തൂർബ ഫണ്ട് രൂപീകരിച്ച് വനവാസി പെൺകുട്ടികൾക്കായി സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഗോണ്ട് വനവാസികൾക്കിടയിലും സേവന പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കീഴിലുണ്ടായിരുന്ന ആദിം ജാതി മണ്ഡലുമായി ചേർന്ന് ബീഹാറിലും സേവാ പ്രവർത്തനങ്ങൾ തുടങ്ങി. നേരത്തെ ഭാവനഗർ പ്രജാപരിഷത്തിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ഭാരതം സ്വതന്ത്രമായ സമയത്ത് നവഖാലിയിലുണ്ടായിരുന്ന ലഹളയിൽ നിരവധി ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് മുറിവേൽക്കുകയും അനവധി സഹോദരികൾ ബലാത്സംഗത്തിനിരയാകുകയും വീടും നാടും നശിച്ചു പോവുകയും ചെയ്തിരുന്നു. ഗാന്ധിജി നവഖാലിയിൽ പോയപ്പോൾ ദുരിതാശ്വാസത്തിനായി ഡക്കർ ബാപ്പയെയും കൂടെ കൂട്ടി. അസമിൽ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ഡക്കർ ബാപ്പയെ അസം ഗവർണർ അങ്ങോട്ട് ക്ഷണിച്ചു. ഭാരതത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡക്കർ ബാപ്പ അംഗമായിരുന്നു. പട്ടികവർഗത്തെ സംബന്ധിച്ച് നിയമങ്ങൾ തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ആ നിലയിൽ തമിഴ്നാട്, തിരുവിതാംകൂർ കടലോരം എന്നിവിടങ്ങളിൽ ഉൾപ്പെട്ട ഭാരതമെമ്പാടും വളരെ വിസ്തരിച്ച് യാത്ര ചെയ്ത് വനവാസി വിഭാഗങ്ങളുടെ അവസ്ഥയും ആവശ്യങ്ങളും അദ്ദേഹം പഠിച്ചു. 1947 ജനുവരി 1 മുതൽ 3 വരെ രാജസ്ഥാനിൽ ജനജാതി യോഗങ്ങൾ നടത്തി. കൊള്ളക്കാരുടെ ജാതി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ചില വിഭാഗക്കാരുടെ മേലുള്ള ഈ കളങ്കം നീക്കുവാൻ അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാജസ്ഥാൻ ആദിജാതി സേവക് സംഘ് ഉണ്ടാക്കി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. നിസ്വാർത്ഥ സേവനത്തിൻ്റെ 5 ദശകങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 1951 ജനുവരി 20 ഡക്കർ ബാപ്പ മൃതിയടഞ്ഞു. എന്നാൽ ഇന്നും തൻ്റെ സേവാ സംരംഭങ്ങളിലൂടെ ശ്രീ അമൃതലാൽ വിഠൽദാസ് ഡക്കർ എന്ന ഡക്കർ ബാപ്പ അമൃതനായി തുടരുന്നു. ഭാരത് സേവക് സമാജിൻ്റെ സ്ഥാപകനായ ഡക്കർ ബാപ്പ സേവന രംഗത്തിൻ്റെ ഭാരതീയ മുഖമായിരുന്നു. സേവനത്തെക്കുറിച്ച് ഭാരതം പറയാറുണ്ട്, സേവനം നരസേവ നാരായണ സേവ. മനുഷ്യനെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതാണ്. ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ് എന്ന് ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയാറുണ്ട്. സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എൻ്റെ ഭഗവാൻ 1000 കൈകളും 1000 കണ്ണുകളും 1000 കാലുകളുമുണ്ട് എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്. ഈ ഭാവത്തോടു കൂടി 5 പതിറ്റാണ്ട് 50 വർഷക്കാലത്തിലധികം ഈ സമാജത്തെ സേവിച്ച ആ മഹാത്മാവ് എന്നും നമുക്ക് മാതൃകാ സ്രോതസ്സാണ്. ഏകാത്മതാ സ്തോത്രപഠനത്തിലൂടെ നാം അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.